ഓരോ യാത്രകളും നമുക്ക് തന്നിരുന്ന അനുഭൂതി എന്നുള്ളത് അത് വല്ലാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ ഓരോ യാത്ര പോകുമ്പോഴും നമ്മൾ പോകുന്ന സ്ഥലത്തേക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആളുകൾ. അതിന് എത്ര കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണെങ്കിലും നമ്മുടെ കൂടെ പോസിറ്റീവായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ യാത്രക്ക് അത് മതി. സ്ഥലങ്ങളാവില്ല ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ യാത്രകൾ നടത്തിയിട്ടുള്ളത് ഒരിക്കലും സ്ഥലങ്ങൾ എവിടെയാണ് പോയത് അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്നുള്ള ഫോട്ടോസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവില്ല. പക്ഷെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ പൊട്ടത്തരങ്ങൾ, ഒരുപാട് മെമ്മറികൾ, ഇതൊക്കെയാണ് ഓരോ യാത്രകൾക്കും ഒടുവിൽ നമ്മളെ കയ്യിൽ ബാക്കിയാവുന്ന ഒരു ആകത്തുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ NH44 നാഷണൽ ഹൈവേ 44ലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഹൈവേ ആണ് NH44. കശ്മീരിലേക്ക് ജമ്മുവിൽ നിന്ന് കശ്മീരിലേക്ക് പോകുന്ന ആ ഒരു 275ഓളം കിലോമീറ്ററുകൾ, അതിൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഓരോരോ അഡ്വഞ്ചേഴ്സ് നമുക്ക് നേരിടേണ്ടി വരും. ചില സമയങ്ങളിലൊക്കെ വിൻ്ററിൻ്റെ വീക്കെൻഡിലാണെങ്കിലും അല്ലെങ്കിൽ മഴയുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാറുണ്ട്. പക്ഷേ തക്കതായ സമയത്ത് ട്രാഫിക് അലാറംസ് നമുക്ക് വരുന്നത് കൊണ്ട് നമ്മൾ നാളിതുവരെ അത്തരത്തിലുള്ളൊരു ദുരന്തത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം NH44 പോയ ആളുകൾക്ക് അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള റോഡിലൂടെയൊക്കെയാണ് നമ്മൾ പോവുക. പക്ഷെ അത് നമ്മൾ ഈ വീഡിയോസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിഷ്വൽ സംഭവങ്ങളിൽ കാണുന്ന പോലെയല്ല. നേരിട്ട് അനുഭവിക്കുമ്പോൾ അത് അത്രത്തോളമൊന്നും അഡ്വഞ്ചറായിട്ട് നമുക്ക് തോന്നില്ലെങ്കിലും പക്ഷെ ആ ഒരു അനുഭവങ്ങളുണ്ടല്ലോ അതിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു അനുഭൂതി അത് വല്ലാത്തതാണ്. ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകൾ, ഇന്ത്യക്കകത്തും പുറത്തുള്ള ഒരുപാട് സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ കശ്മീർ അവരുടെയൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരുപാട് ആളുകളെയും കൊണ്ടാണ്. ഏകദേശം നമ്മൾ 20 പേരോളാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കശ്മീർ നമ്മൾ ഈ ഒരു പോകുന്ന ആളുകൾ ഒരിക്കലും അവിടെയുള്ള ദുരന്തം അനുഭവിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇതാകാൻ വേണ്ടിയിട്ടല്ല പോണത്. അത്രയും മനോഹരമായിട്ട് നമ്മളെ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ഡ്രീമാണ്. ഇവരൊക്കെ ഒരു സ്വന്തം ഫാമിലിയും ഇവരെ ഫ്രണ്ട്സും ഒക്കെ പാടെ കൂടിയിട്ടുള്ള ആളുകളെയും കൊണ്ടാണ് പോണത്. ജമ്മുവിൽ നിന്ന് 275 കിലോമീറ്റർ നമുക്ക് ശ്രീനഗറിലെത്താൻ വേണ്ടിയിട്ടുണ്ട്. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടെറിറ്ററി കഴിയുമ്പോഴും കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ. ജമ്മുവിലെ റാംബൺ ബോർഡർ കഴിഞ്ഞാൽ ബനിഹാലിൽ നിന്ന് പിന്നെ നേരെ കാസിക്കുണ്ട് ടണലൊക്കെ കയറി നമ്മൾ നേരെ കശ്മീരിലെത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതുമുതൽ നമുക്ക് കിട്ടുന്ന ഒരു ഭൂപ്രകൃതി ആവട്ടെ, ആളുകളുടെ രൂപങ്ങളിലാവട്ടെ, ഭക്ഷണമാവട്ടെ, എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ പോവുക. കശ്മീരിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജമ്മു സൈഡിൽ നിന്നും ഏറെ വിഭിന്നമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കശ്മീരിലുള്ളത്. ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമുക്ക് കാണാൻ കഴിയാത്ത പല രീതിയിലുള്ള പ്രകൃതിപരമായിട്ടുള്ളതും ആളുകളുടെ ബിഹേവിങ് എല്ലാം നമുക്കൊരു വേറൊരു വേഴ്സറ്റൈൽ ഫേസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ബംഗാളി സംസാരിക്കുന്ന ഇക്കൂട്ടരെയും കൊണ്ട് മലയാളിയായിട്ടുള്ള ഞാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോയ്ജർ ഗ്രാമിൻ്റെ കൂടെ അവർ കഴിഞ്ഞ റമദാനിന് 22 മുതൽ ഏകദേശം ഒരു 30-ാം തീയതി വരെ, റമദാനിലെ 29ാമത്തെ നോമ്പ് വരെ അവർ നമ്മളെ കൂടെ ഉണ്ട്. കശ്മീരിൽ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും ദൂദ്പത്രിയും അതിനുശേഷം കശ്മീരിൽ മനോഹരമായിട്ടുള്ള ഷിക്കാർ റൈഡൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്ര അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ വന്ന ആളുകൾക്കൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെയൊക്കെ അത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. പല സാഹചര്യങ്ങളിലും കശ്മീരിലെത്തുന്ന സമയത്ത് മഞ്ഞ് കൂടുതലുള്ള സമയങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ ചില്ലൈക്കലാൻ കാലാവസ്ഥയിൽ നമ്മളടക്കമുള്ള ആളുകൾ മുകളിൽ മഞ്ഞ് പെയ്തിട്ട് കുടുങ്ങി. പക്ഷേ നമ്മളെ രക്ഷിക്കാനുണ്ടായത് കശ്മീരി ആളുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം അമർനാഥ് യാത്ര സംഭവിച്ച ആ ഒരു ടൈമിൽ നമ്മൾ സോനമർഗിൽ ഏകദേശം 45ഓളം പേര് നമുക്ക്, അതായത് കംപ്ലീറ്റ് ശ്രീനഗറിൽ ബ്ലോക്കും കാര്യങ്ങളും, ശ്രീനഗറിലല്ല സോനമർഗിൽ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്കൊന്നും പോരാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഭക്ഷണം തരാനും അതുപോലെ തന്നെ നമ്മൾ അവിടെ അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാക്കിയുള്ള ടെൻറ്റുകളിലൊക്കെയാണ് നമ്മളെ കിടത്തിറക്കിയിരുന്നത്. അത് വല്ലാത്തൊരു ഫീലാണ്. കശ്മീരിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് അടുക്കും തോറും നമുക്ക് വേറൊരു ഫീലാണ്. ടൂറിസ്റ്റുകളോട് പല സമയങ്ങളിൽ കുതിര സഫാരി ചെയ്യുന്ന ആളുകളുടെ
അടുത്തുനിന്നും അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഏജൻറ്റുമാർ വഴിയൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അത് പക്ക ബിസിനസ്സായിട്ട് കാണുന്ന ആളുകളുടെ അടുത്തു നിന്നാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. എന്ന് വിചാരിച്ച് ടോട്ടൽ കശ്മീരിലെ ആളുകൾ അങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മളവിടെ നിന്ന്. ഇപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് അല്ലാത്ത രീതിയിൽ, ഇനി ടൂറിസ്റ്റ് ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ കശ്മീരിലെ ലോക്കൽ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഭക്ഷണം, കിടക്കാനുള്ള സ്ഥലം, ചില സമയങ്ങളൊക്കെ ഭക്ഷണം നമുക്ക് പാക്ക് ചെയ്തിട്ട് അവർ തരും പോകുന്ന വഴിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അതറിഞ്ഞ ആളുകൾക്ക്, അത് അനുഭവിച്ച ആളുകൾക്ക് അതിൻ്റെ ഒരു അനുഭൂതി കിട്ടുള്ളൂ. കശ്മീർ എന്തുകൊണ്ടും മനോഹരമായിട്ടൊരു പ്ലേസാണ്. ഇപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കശ്മീരിൽ മനോഹരമായിട്ടുള്ള മഞ്ഞും അതുപോലെ തന്നെ പച്ചപ്പും, ഏറെ സ്ഥലങ്ങളിലും നമുക്ക് കടുക് പാടങ്ങൾ, ഈ മഞ്ഞ കളറുകളിൽ നിങ്ങൾ കണ്ടില്ല വിഷ്വൽസ്, അത് കശ്മീരിലെ കടുക് പാടങ്ങളാണ്. വല്ലാത്തൊരു ഫീലാണത്. നമ്മൾ കശ്മീരിലേക്ക് പോകുന്ന സമയത്ത്, ഞാനിത് വാതോരാതെ വെറുതെ സംസാരിക്കല്ല, വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഏകദേശം കാസിക്കുണ്ട് ബോർഡർ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് ഏകദേശം 1.5 മണിക്കൂറാണ് നമുക്ക് ശ്രീനഗറിലേക്കുള്ള ദൂരം വരുന്നത്. പിന്നെ കംപ്ലീറ്റ് ഇതേപോലുള്ള ഒരു ബിൽഡിങ്ങുകളാവട്ടെ, കംപ്ലീറ്റ് ഒരു വേറൊരു വേൾഡിലെത്തിയ പോലെ തന്നെ ആയി നമുക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ പോയത് സോനമർഗിലേക്കാണ്. സോനമർഗിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ഫോർട്ട് കാണും. പിന്നെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു ആർക്കിടെക്റ്റൊക്കെ പക്കാ ഒരു വേറെ രീതിയിലാണ്. നമ്മളെ കൂടെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേറെ വൈബ്രൻ്റ് ആയിട്ട്, അതായത് ബംഗാളികൾ വേറൊരു വൈബാട്ടോ, അവരുടെ കൂടെയുള്ള യാത്രകൾ അത് വേറൊരു രസമാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഹസ്രത്ത് ബൽ ദർഗ കാണും. ഹസ്രത്ത് ബൽ ദർഗൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഈ കാണുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ. അവിടെയുള്ള കശ്മീർ യൂണിവേഴ്സിറ്റി ഒരിക്കലെങ്കിലും നമ്മൾ ഇന്ത്യൻ അക്കാദമിക്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കശ്മീർ യൂണിവേഴ്സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് നല്ലൊരു അനുഭൂതിയായിരിക്കും അതിനുള്ളിലേക്ക് കയറുന്ന സമയത്ത്. അവിടെയൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു സാധനമാണ്. ക്ലൈമറ്റിൻ്റെ കുറേ സംഭവങ്ങൾ നമുക്ക് നേരിടെങ്കിലും അത് ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ സോനമർഗിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ കശ്മീരിൻ്റെ തനത് നാടൻ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സോനമർഗിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിലും മഞ്ഞുള്ള സമയത്താണെങ്കിൽ അതീവ ഭംഗിയാണ്. ഇനി ആപ്പിൾ സീസൺ ആണെങ്കിൽ അതും വേറെ വൈബാണ്. പക്ഷേ ആപ്പിൾ സീസൺ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഒന്ന് പെഹൽഗാമിലും അതുപോലെ തന്നെ മറ്റൊന്ന് ദൂദ്പത്രിയിലുമാണ്. ഇതേപോലത്തെ മഞ്ഞ് വിതിരിച്ച മോനെ, അതൊക്കെ നിങ്ങൾ നേരിട്ട് കാണുന്ന വേണ്ടോ. അതുപോലെ തന്നെ അവിടേക്കുള്ള റോഡ് കുറച്ച് ഹൈ റേഞ്ച്, പിന്നെ നമ്മൾ കുറച്ച് ഏകദേശം ശ്രീനഗറിൽ നിന്ന് ഒരു 75ഓളം കിലോമീറ്ററിൻ്റെ മുകളിൽ നമുക്ക് വരുന്നുണ്ട് എക്സാക്റ്റ്. പിന്നുള്ളത് BRO, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവരാണ് ഈ റോഡുകളൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളത്. സോനമർഗിലേക്ക് ആദ്യം പോയിരുന്ന ആ റൂട്ടിലൂടെ അല്ല ഇപ്പോൾ നമ്മൾ പോവുക, ഒരു ടണൽ കയറിയിട്ടാണ്. ഏകദേശം 6.5 കിലോമീറ്ററിൻ്റെ ഒരു ടണലിലൂടെ കയറിയിട്ട് നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോഴുള്ള സാധനം ഇതാണ്. ആ ടണൽ, ഒരു ഓറഞ്ച് നിറത്തിൽ കണ്ടോ, അതിൻ്റെ എൻട്രൻസ് ആണ്. ആ ഒരു ടണലും ക്രോസ് ചെയ്ത് ടണലിൻ്റെ പുറത്തെത്തുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, അത് സത്യം പറയാലോ, അതിപ്പോൾ നമ്മുടെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്നോയിലെത്തി. എൻ്റെ മോനെ, കശ്മീർ നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു വേൾഡ് തന്നെ ഉണ്ടാവും. കശ്മീരിലെ ഓരോ സ്ഥലങ്ങളും, ഗുൽമർഗും സോനമർഗും പെഹൽഗാമും ദൂദ്പത്രിയും, കശ്മീരിലെ അവസാനമുള്ള നമ്മുടെ ഒരു ഷിക്കാര യാത്രയോട് കഴിഞ്ഞാൽ, അതായത് ഈ തുലിപ്പ് സീസൺ ആണെന്നുണ്ടെങ്കിൽ അതും, ഗാർഡനിങ്ങും ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിനൊന്ന് വെച്ചാണ്. നമ്മൾ നല്ല ഒരു ടൂറിസ്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിലോ മനസ്സ് നിറഞ്ഞേ നമ്മൾ കശ്മീരിൽ നിന്ന് പോവുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, ഇതിൻ്റെ വെരി പേഴ്സണലാണ്, കശ്മീർ കാണാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൈം അത് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ്. കാരണം നമുക്ക് ഫാമിലി ആയിട്ടും ഇനി ഒറ്റക്കും യാതൊരുവിധ തണുപ്പിൻ്റെയോ ബാക്കിയുള്ള ക്ലൈമറ്റുകളുടെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ എല്ലാ സ്ഥലങ്ങൾക്കും നമ്മൾ ഐറ്റിനറിയിൽ പറഞ്ഞ അതേ സമയത്തിൻ്റെ ഉള്ളിൽ അതേ ദിവസങ്ങൾക്കുള്ളിൽ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോരാൻ പറ്റും. കാരണം ഇപ്പോൾ നല്ല ഹരിതാപമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞൊരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ നല്ല ആപ്പിളിൻ്റെ സീസണാണ്. ഓഗസ്റ്റോട് കൂടി ആപ്പിൾ വിളവെടുക്കും. ആപ്പിൾ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൾ വിനാഗർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവർ പറയുന്ന റേറ്റിലേറെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പ്രധാനമായിട്ട് മഞ്ഞാണ് നമ്മൾ കാണണമെങ്കിൽ
കശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് എത്തേണ്ട സമയം ഒരു നവംബർ മുതൽ ഒരു മാർച്ച് ലാസ്റ്റ് വീക്ക് വരെ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മുടെ ഫാമിലിയോടൊപ്പം ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാശ്മീർ കണ്ടിരിക്കുക. അതും ഏറ്റവും ബെറ്റർ ഓപ്ഷന് ഫ്ലൈറ്റിന് വന്നിട്ട് തിരിച്ച് ഫ്ലൈറ്റിന് പോവാണ്. സാമ്പത്തികമായിട്ട് അത്രയും നമുക്ക് ഒരു എലിജിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിന് വഴി നമുക്ക് വരാൻ പറ്റും. ജമ്മു തവിയിൽ വരെ ട്രെയിനിന് വരും. ജമ്മു തവിയിൽ നിന്ന് പിന്നെ നേരെ നമുക്ക് അവിടുന്ന് ഒരു നല്ലൊരു പാക്കേജ് എടുത്തിട്ട് കാശ്മീർ കാണാനായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അതല്ല നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതി. ജമ്മു തവി വന്നിട്ട് ജമ്മു തവിയിൽ നിന്ന് പിന്നെ നേരെ ശ്രീനഗർ വരുന്നു. പിന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലേക്ക്. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ നമ്മൾ ലൈഫിൽ എല്ലാ സമയത്തും നമ്മൾ യാത്ര ചെയ്യുന്നില്ല. ഇതൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നല്ല റൂംസ്, നല്ല വണ്ടി, നല്ലൊരു ഇവൻ്റൊക്കെ അറിയുന്ന കാശ്മീരിനെ മനോഹരമായിട്ട് അറിയുന്ന അധികം ചീറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പാക്കേജുകൾ എടുത്തിട്ട് അടിപൊളിയായിട്ട് കാശ്മീർ എക്സ്പ്ലോർ ചെയ്യുക. എന്തായാലും കാശ്മീർ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ.